ബ്രെഡ് മസാല. പേരിൽ തന്നെ ലേശം കൗതുകം കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 4 ബ്രെഡ് സ്ലൈസ്, ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തെടുത്തത്, ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്, നെക്സ്റ്റ് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്, മല്ലിയില ഒരു പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടേബിൾ സ്പൂൺ, കശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്, 2 മുട്ട. ഫസ്റ്റ് നമ്മുടെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇച്ചിരി ബട്ടർ നമ്മുടെ ബ്രെഡിന്റെ ഇരുവശം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊരു 10 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്തേ. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ വിതറി ഇത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ ക്യാപ്സിക്കവും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമില് ഒരു 2 മിനിറ്റ് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവ മൂന്നും നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇവയൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ടോസ്റ്റഡ് ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കുക കേട്ടോ. തുടർന്ന് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വീണ്ടും യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിന്റെ മേലെ ഒരു പിടി മല്ലിയില വിതറിക്കൊണ്ട് ചെറു ചൂടോടുകൂടെ തന്നെ ഈ ഒരു അടിപൊളി ഐറ്റം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.